നമ്മുടെ മക്കൾക്ക് ഒരു ചെറിയ വിഷമം വരുന്നതുപോലും നമുക്ക് താങ്ങാൻ കഴിയില്ല. അവർ ചോദിക്കുന്നതിനു മുൻപേ എല്ലാ സൗകര്യങ്ങളും നമ്മൾ അവരുടെ കൈകളിൽ എത്തിച്ചുകൊടുക്കുന്നു. നമ്മൾ അനുഭവിച്ച കഷ്ടപ്പാടുകളോ ദാരിദ്ര്യമോ ഒന്നും നമ്മുടെ മക്കൾ അറിയരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അവരെ ഒരു രാജകുമാരനെപ്പോലെയോ രാജകുമാരിയെപ്പോലെയോ വളർത്താൻ നമ്മൾ അഹോരാത്രം പണിയെടുക്കുന്നു. എന്നാൽ ഒരു നിമിഷം ശാന്തമായിരുന്ന് ആലോചിച്ചു നോക്കൂ, നമ്മൾ ചെയ്യുന്ന ഈ അമിത സംരക്ഷണം സത്യത്തിൽ അവരെ സഹായിക്കുകയാണോ അതോ അവരെ തളർത്തുകയാണോ ചെയ്യുന്നത്? ഇന്നത്തെ ലോകത്ത് നമ്മൾ ഒരുപാട് കേൾക്കുന്ന ചില വാർത്തകളുണ്ട്. പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞതിന്, അല്ലെങ്കിൽ അമ്മ മൊബൈൽ ഫോൺ വാങ്ങിവെച്ചതിന്, അതുമല്ലെങ്കിൽ അധ്യാപകർ ചീത്ത വിളിച്ചതിന് ആത്മഹത്യ ചെയ്യുന്ന കുട്ടികൾ. എന്തുകൊണ്ടാണ് ഇന്നത്തെ തലമുറയ്ക്ക് ചെറിയൊരു പരാജയം പോലും താങ്ങാൻ കഴിയാത്തത്? നമ്മൾ അറിയാതെ നമ്മുടെ മക്കളെ ഒരു സോഫ്റ്റ് ജനറേഷനായി മാറ്റുകയാണോ? ജീവിതത്തിലെ പ്രതിസന്ധികളെ നേരിടാൻ അവരെ പ്രാപ്തരാക്കുന്ന റിസിലിയൻസ് അഥവാ അതിജീവനശേഷി കുട്ടികളിൽ എങ്ങനെ വളർത്തിയെടുക്കാം? ഇന്ന് നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് വളരെ ആഴത്തിൽ സംസാരിക്കാം. നമുക്ക് പ്രകൃതിയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഒരു ദിവസം ഒരാൾ തന്റെ തോട്ടത്തിൽ നടക്കുമ്പോൾ ഒരു ചിത്രശലഭം അതിന്റെ കൂട് പൊളിച്ച് പുറത്തുവരാൻ കഠിനമായി പരിശ്രമിക്കുന്നത് കണ്ടു. ആ കൂടിന്റെ ചെറിയൊരു സുഷിരത്തിലൂടെ പുറത്തേക്ക് വരാൻ അത് മണിക്കൂറുകളോളമാണ് പണിപ്പെട്ടത്. ഇതുകണ്ട് നിന്ന ആ മനുഷ്യന് വലിയ പാവം തോന്നി. അദ്ദേഹം വിചാരിച്ചു, ഞാൻ ഇതിനൊന്ന് സഹായിക്കാം, പാവം ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അദ്ദേഹം ഒരു ചെറിയ കത്രികയെടുത്ത് ആ കൂട്ടിന്റെ അഗ്രം പതുക്കെയൊന്ന് കീറിക്കൊടുത്തു. വളരെ എളുപ്പത്തിൽ ആ ചിത്രശലഭം പുറത്തേക്ക് വന്നു. എന്നാൽ ആ മനുഷ്യൻ ഒരു കാര്യം ശ്രദ്ധിച്ചു. പുറത്തുവന്ന ശലഭത്തിന്റെ ശരീരം വീർത്തതായിരുന്നു. അതിന്റെ ചിറകുകൾ വളരെ ചെറുതും ചുരുങ്ങിയതുമായിരുന്നു. അദ്ദേഹം കാത്തിരുന്നു. കുറച്ചു കഴിയുമ്പോൾ അത് ചിറകടിച്ചു പറക്കുമെന്ന് അദ്ദേഹം കരുതി. പക്ഷേ ആ ശലഭത്തിന് ഒരിക്കലും പറക്കാൻ കഴിഞ്ഞില്ല. അത് ജീവിതാവസാനം വരെ നിലത്തിഴഞ്ഞു നടക്കാൻ മാത്രം വിധിക്കപ്പെട്ടു. ഇവിടെ ആ മനുഷ്യൻ ചെയ്ത തെറ്റ് എന്തായിരുന്നു? പ്രകൃതിയുടെ ഒരു നിയമമുണ്ട്. ആ ചെറിയ കൂട്ടിനുള്ളിൽ നിന്ന് പുറത്തു കടക്കാൻ ശലഭം നടത്തുന്ന കഠിനമായ പ്രയത്നമുണ്ടല്ലോ. ആ പോരാട്ടത്തിലൂടെയാണ് അതിന്റെ ശരീരത്തിലെ ദ്രാവകങ്ങൾ ചിറകുകളിലേക്ക് ഒഴുകിയെത്തുന്നത്. ആ പ്രക്രിയയാണ് അതിന്റെ ചിറകുകൾക്ക് പറക്കാനുള്ള ബലം നൽകുന്നത്. പുറത്തുനിന്നുള്ള സഹായം കിട്ടിയപ്പോൾ, അതിന്റെ ആ കഷ്ടപ്പാട് ഇല്ലാതായപ്പോൾ, സത്യത്തിൽ നഷ്ടപ്പെട്ടത് അതിന്റെ പറക്കാനുള്ള ശേഷിയായിരുന്നു. നമ്മുടെ മക്കളുടെ കാര്യവും ഇതുപോലെയാണ്. അവരുടെ ജീവിതത്തിലെ ചെറിയ പ്രതിസന്ധികളിലും കഷ്ടപ്പാടുകളിലും നമ്മൾ അനാവശ്യമായി ഇടപെട്ട് അത് എളുപ്പമാക്കിക്കൊടുക്കുമ്പോൾ, ഭാവിയിൽ പ്രതിസന്ധികളുടെ ആകാശത്തേക്ക് പറന്നുയരാനുള്ള അവരുടെ ചിറകുകളുടെ ബലമാണ് നമ്മൾ ഇല്ലാതാക്കുന്നത്. നമുക്ക് ദൈനംദിന ജീവിതത്തിലെ ചില ഉദാഹരണങ്ങൾ നോക്കാം. നിങ്ങളുടെ കുട്ടി ഒരു പസിൽ പൂർത്തിയാക്കാൻ ശ്രമിക്കുകയാണ്, അല്ലെങ്കിൽ ബ്ലോക്കുകൾ കൊണ്ടൊരു വീട് നിർമ്മിക്കുകയാണ്. പലവട്ടം ശ്രമിച്ചിട്ടും അത് താഴെ വീഴുന്നു. കുട്ടി ദേഷ്യപ്പെടുന്നു, കരയുന്നു. നമ്മൾ അപ്പോൾ എന്തു ചെയ്യും? ഉടനെ ഓടിച്ചെന്ന്, അയ്യോ മോൻ കരയണ്ട, അമ്മ ഇത് ശരിയാക്കിത്തരാം എന്ന് പറഞ്ഞ് നമ്മളത് നിർമ്മിച്ചുകൊടുക്കും. ഇവിടെ നമ്മൾ കുട്ടിയുടെ കരച്ചിൽ നിർത്തിയേക്കാം. പക്ഷേ നമ്മൾ അവനിൽ നിന്ന് കവർന്നെടുത്തത് എന്താണെന്നറിയാമോ? അവന്റെ പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ്, അഥവാ ഒരു പ്രശ്നം വന്നാൽ അത് തനിയെ എങ്ങനെ പരിഹരിക്കണം എന്ന് ചിന്തിക്കാനുള്ള കഴിവ്. അവൻ കരയട്ടെ, ദേഷ്യപ്പെടട്ടെ, വീണ്ടും ശ്രമിക്കട്ടെ. 5-ാമത്തെയോ 10-ാമത്തെയോ തവണ അവൻ അത് തനിയെ പൂർത്തിയാക്കുമ്പോൾ അവന്റെ മുഖത്തുണ്ടാകുന്ന ആ ആത്മവിശ്വാസമുണ്ടല്ലോ, അത് പണം കൊടുത്താൽ വാങ്ങാൻ കിട്ടുന്നതല്ല. സ്കൂളിൽ പോകുന്ന കുട്ടിയുടെ ബാഗ് അടുക്കിവെക്കുന്നതും ഡയറി നോക്കി എല്ലാ പുസ്തകങ്ങളും എടുത്തുവെക്കുന്നതും പലപ്പോഴും അമ്മമാരാണ്. ഒരു ദിവസം കുട്ടി ഒരു പുസ്തകം മറന്നുവെച്ചാൽ സ്കൂളിൽ ചെന്ന് ടീച്ചറുടെ പക്കൽ നിന്ന് കിട്ടുന്ന ആ ചെറിയ ശാസന അവൻ അനുഭവിക്കണം. എങ്കിൽ മാത്രമേ ഉത്തരവാദിത്തം എന്താണെന്ന് അവൻ പഠിക്കൂ. ഞാൻ മറന്നാലും എന്റെ പുറകെ നടന്ന് അത് ശരിയാക്കാൻ വീട്ടിൽ ആളുണ്ട് എന്ന ചിന്ത കുട്ടികളിൽ അലസതയും അലംഭാവവും മാത്രമേ ഉണ്ടാക്കൂ. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ കുട്ടികൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ, അഥവാ ആഗ്രഹിക്കുന്നത് എന്തും അപ്പോൾ തന്നെ ലഭിക്കുക എന്നത്. ഒരു ക്ലിക്ക് ചെയ്താൽ ഇഷ്ടമുള്ള കാർട്ടൂൺ വരുന്നു. ഓർഡർ ചെയ്താൽ അരമണിക്കൂറിനുള്ളിൽ പ്രിയപ്പെട്ട ഭക്ഷണം മുന്നിലെത്തുന്നു. ഇത് കുട്ടികളുടെ തലച്ചോറിൽ ഒരു അപകടകരമായ ശീലമുണ്ടാക്കിയെടുക്കുന്നുണ്ട്. ചോദിക്കുന്നതെന്തും അപ്പോൾ തന്നെ വാങ്ങിക്കൊടുക്കുന്ന മാതാപിതാക്കൾ കൂടിയാകുമ്പോൾ കുട്ടികൾക്ക് കാത്തിരിപ്പെന്താണെന്ന് മനസ്സിലാകാതെ പോകുന്നു. ഇല്ല എന്ന വാക്ക് അവർ ജീവിതത്തിൽ കേൾക്കുന്നില്ല. പക്ഷേ യഥാർത്ഥ ജീവിതം അങ്ങനെയല്ല. നമ്മൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങൾക്കും മാസങ്ങളോ വർഷങ്ങളോ കാത്തിരിക്കേണ്ടിവരും. ചിലപ്പോൾ എത്ര ശ്രമിച്ചാലും ചില കാര്യങ്ങൾ നമുക്ക് ലഭിച്ചെന്ന് വരില്ല. ചെറുപ്പത്തിൽ തന്നെ ഇല്ല എന്ന വാക്ക് കേട്ട് ശീലിക്കാത്ത ഒരു കുട്ടി വലുതാകുമ്പോൾ ജീവിതത്തിൽ ഒരു പ്രണയനൈരാശ്യമോ ജോലിയിലൊരു പരാജയമോ ഉണ്ടായാൽ അത് താങ്ങാൻ അവർക്ക് കഴിയില്ല.
കാരണം അവരുടെ തലച്ചോർ പരാജയങ്ങളെ ഉൾക്കൊള്ളാൻ പാകപ്പെട്ടിട്ടില്ല. അതിനാൽ കുട്ടികൾക്ക് ചിലപ്പോഴൊക്കെ ചില കാര്യങ്ങൾ നിഷേധിക്കുക തന്നെ വേണം. അവരെ കാത്തിരിക്കാൻ പഠിപ്പിക്കണം. പല വീടുകളിലും 15ഉം 18ഉം വയസ്സായ കുട്ടികളുണ്ട്. അവരിൽ എത്രപേർ സ്വന്തം വസ്ത്രങ്ങൾ മടക്കിവെക്കാറുണ്ട്? ഭക്ഷണം കഴിച്ച പാത്രം സ്വയം കഴുകിവെക്കാറുണ്ട്? പലപ്പോഴും മാതാപിതാക്കൾ പറയും, അവൻ പഠിക്കുന്ന കുട്ടിയാണ്, അവനെ ഇതൊന്നും ചെയ്യിച്ച് ബുദ്ധിമുട്ടിക്കണ്ട എന്നൊക്കെ. എന്നാൽ ഓർക്കുക, വീട്ടുജോലികൾ എന്നത് വെറുമൊരു പണിയല്ല, അത് ജീവിക്കാനുള്ള അടിസ്ഥാനപരമായ യോഗ്യതയാണ്. സ്വന്തം മുറി വൃത്തിയാക്കാനും വസ്ത്രങ്ങൾ വൃത്തിയായി സൂക്ഷിക്കാനും പഠിക്കാത്തൊരു കുട്ടി നാളെ ഒരു ഹോസ്റ്റലിലോ അല്ലെങ്കിൽ വിദേശത്തോ പോയി തനിയെ ജീവിക്കേണ്ടി വരുമ്പോൾ വലിയ മാനസിക വിഷമങ്ങളിലേക്ക് വീണുപോകും. വീട്ടുജോലികളിൽ അവരെ പങ്കാളികളാക്കുക. അതവരെ സ്വയംപര്യാപ്തതയുള്ളവരും അധ്വാനത്തെ ബഹുമാനിക്കുന്നവരുമായി മാറ്റും. മക്കളെ സ്നേഹിക്കരുത് എന്നല്ല ഇതിന്റെ അർത്ഥം. ഒരു മരത്തിന് ശക്തമായ കാറ്റും മഴയും ഏൽക്കുമ്പോഴാണ് അതിന്റെ വേരുകൾ മണ്ണിലേക്ക് ആഴത്തിലിറങ്ങുന്നത്. എങ്കിൽ മാത്രമേ അതിന് ഒരു വലിയ വൃക്ഷമായി വളരാൻ കഴിയൂ. നമ്മുടെ കുട്ടികളും അതുപോലെയാണ്. ജീവിതത്തിലെ ചെറിയ ചൂടും തണുപ്പും അവർ അറിയണം. അവർ വീഴട്ടെ, ചെറിയ മുറിവുകൾ പറ്റട്ടെ. അപ്പോഴാണ് അവർ എങ്ങനെ സ്വയം എഴുന്നേൽക്കണമെന്ന് പഠിക്കുന്നത്. ഒരു നല്ല മാതാപിതാക്കളുടെ കടമ മക്കൾക്കു മുന്നിൽ നടന്ന് എല്ലാ തടസ്സങ്ങളും നീക്കലല്ല, മറിച്ച് തടസ്സങ്ങളെ എങ്ങനെ മറികടക്കണമെന്ന് പഠിപ്പിച്ച് അവർക്ക് പിന്നിലൊരു കാവലായി നിൽക്കലാണ്. നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ സ്വയം വളരാൻ അനുവദിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ മറ്റ് മാതാപിതാക്കൾക്കും ഇത് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.